തന്റെ സാമൂഹ്യ ജീവിതത്തിൽ തനിക്കും തനിക്ക് തെറ്റുന്ന ബോധ്യമുള്ള സംഗതികൾക്കെതിരായിട്ട് തന്റെ വരയിലൂടെയാലും ശരി എഴുത്തിലൂടെയാലും ശരി ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന കാര്യത്തിൽ സുമൻ സാർ മറ്റ് ഒന്നിനെയും വകവച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതൊരു സാഹചര്യത്തിലും ആ ഒറ്റയാൾ പോരാട്ടം എടുത്തു പറയേണ്ട ഒരു സംഗതി തന്നെയാണ്. പക്ഷേ എല്ലാവർക്കും യുവാദി പ്രസ്ഥാനത്തിലോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിലുള്ള ആരും തന്നെ എല്ലാവരും ഒന്നും ആ അർത്ഥത്തിൽ ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന വ്യക്തികളായിരിക്കില്ല. എനിക്കറിയാവുന്നത് തൃശ്ശൂരിൽ പവനാണ് അക്കാര്യത്തിൽ ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തിയിട്ടുള്ള വ്യക്തി. സാഹിത്യ അക്കാദമിയിൽ എഴുത്തിനെത്തുന്ന ചടങ്ങ് നടത്തുന്നതിനെതിരെയും മറ്റു ചില വിഷയങ്ങളൊക്കെ വന്നപ്പോഴൊക്കെ പവനൻ ഒറ്റയാൾ പോരാട്ടം നടത്തിയിട്ടുണ്ട്. പിന്നീട് ആ ഒറ്റയാൾ പോരാട്ടത്തെ കുറിച്ച് കേൾക്കുന്നത് സുമൻ സാറാണ്. തന്റെ ചുറ്റുപാടുമുള്ള ആ വ്യവസ്ഥയ്ക്കെതിരായിട്ട് പ്രതികരിക്കേണ്ട വിഷയങ്ങളിൽ അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തനിക്ക് സ്ഥിരപരിചിതമായ വരയിലൂടെ തന്റെ കാർട്ടൂണുകളിലൂടെ അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു സുമൻ സാർ. തീർച്ചയായും സുമൻ സാർ അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം മെഡിക്കൽ കോളേജിൽ കൊടുക്കാൻ കഴിഞ്ഞത് ആ വീട്ടുകാരുടെ ഒരു വലിയ മനസ്സ് തന്നെയാണ്. തന്റെ ജീവിതകാലം മുഴുവൻ ഇത്തരം പുരോഗമന ചിന്തയ്ക്കും ശാസ്ത്രീയ കാഴ്ചപ്പാടിനും യുക്തിവാദ ആശയത്തിനും വേണ്ടി ജീവിച്ച മനുഷ്യനെ മരണശേഷവും അദ്ദേഹത്തിന് ആ അർത്ഥത്തിൽ തന്നെ പൊതുസമൂഹം കാണണമെന്ന വീട്ടുകാരുടെ നിശ്ചയദാർഢ്യം അതിനൊരിക്കലും നമുക്ക് കുറച്ചു കാണാൻ കഴിയില്ല. പലപ്പോഴും നമ്മുടെ ചുറ്റുപാടിലും പല വലിയ യുക്തിവാദികൾക്കും ഒരുപക്ഷെ നേരിടേണ്ടി വരുന്നത് അവരുടെ മരണശേഷം ചടങ്ങുകളോടും ആചാരാനുഷ്ഠാനങ്ങളോടും കൂടി അവരെ അടക്കുന്ന ഒരു കാഴ്ച നമുക്ക് ചിലപ്പോഴെങ്കിലും കാണാൻ കഴിയും. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് സുമൻ സാറിന്റെ കുടുംബം അദ്ദേഹത്തെ ആ അർത്ഥത്തിൽ പൊതുസമൂഹം ഒരിക്കലും ആ ഒരു അർത്ഥത്തിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തരുത്. കാരണം മരണശേഷം അദ്ദേഹം ഇന്ന രീതിയിലായി എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആ കുടുംബമെടുത്ത തീരുമാനത്തെ തീർച്ചയായും യുക്തിവാദി സംഘം എക്കാലവും നന്ദിയുടെ കാര്യത്തിൽ സ്മരിക്കുകയാണ്.